ഈ ശബരിമല വിഷയമൊക്കെ കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യുകയും പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുകയും ചെയ്തതിനു ശേഷം വരുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ ഫലം ആർക്ക് അനുകൂലമാകുമെന്ന് ഏതാണ്ടൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്തതാണ്. ഫലങ്ങൾ നേരത്തെ തന്നെ ചില തിരഞ്ഞെടുപ്പ് സർവേ ഫലം പുറത്തു വന്നതുപോലെ തന്നെ UDF ഏതാണ്ട് അനുകൂലമാണ് കാര്യങ്ങൾ എന്ന തരത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. 16 സീറ്റ് വരെയെങ്കിലും UDF കിട്ടാം, അല്ലെങ്കിൽ 16 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത്. UDF പല മണ്ഡലങ്ങളിലും വളരെ കരുത്തുറ്റ സ്ഥാനാർത്ഥികളാണ് പരിഗണിക്കുന്നതെന്ന വാർത്തകളും പുറത്തു വരുന്നു. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എന്ന തരത്തിൽ വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു. കൊച്ചിയിൽ ഒരുപക്ഷെ സിറ്റിംഗ് MLA ഹൈബി ഈഡൻ മത്സരിച്ചേക്കും എന്നുള്ള വാർത്തകൾ വരുന്നു. K. സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും എന്നുള്ള വാർത്തകൾ വരുന്നു. അങ്ങനെ കഴിവുറ്റ സ്ഥാനാർത്ഥികളെ പല മണ്ഡലങ്ങളിലും നിർത്തി ജയിപ്പിക്കാനുള്ള സാഹചര്യവും സാധ്യതകളുമാണ് UDF പരിശോധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആലോചനകളിലേക്കാണ് UDF കടക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കുമ്പോൾ ഇനി ആ സാധ്യതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള മങ്ങൽ ഏൽക്കണമെങ്കിൽ അത് UDF തന്നെ വിചാരിക്കണം. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മുന്നണിയിലെ തമ്മിലടികൾ ഇതൊക്കെ തന്നെ കാരണമായിട്ട് വരാം. പക്ഷേ മുന്നണിയിൽ ചില സീറ്റിനായിട്ടുള്ള അവകാശവാദങ്ങൾ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് പറയുന്നത് അവർക്ക് ഇടുക്കിയും ചാലക്കുടിയും പോരാതെ അവർക്ക് മറ്റൊരു സീറ്റ് കൂടി വേണം എന്നാണ് കേരള കോൺഗ്രസ് ഇതിനിടെ തന്നെ അവകാശവാദം ഉന്നയിച്ചത്. പക്ഷേ ഇന്നിപ്പോൾ അതിന് തിരുത്തലുമായി KM മാണി രംഗത്തെത്തിയിരിക്കുന്നു. തങ്ങൾക്ക് ഘടകകക്ഷികൾക്ക് അങ്ങനെ സീറ്റ് ചോദിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഘടകകക്ഷികൾ അങ്ങനെ അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടി അങ്ങനെ മുന്നണിയെ സമ്മർദ്ദത്തിലാക്കില്ല, കൂടുതൽ സീറ്റുകൾ ചോദിച്ച് സമ്മർദ്ദത്തിലാക്കില്ല എന്നുള്ള ഒരു പ്രസ്താവനയുമായി KM മാണി, പാർട്ടി ചെയർമാൻ കൂടിയായ KM മാണി രംഗത്തെത്തിയിരിക്കുന്നു. പൊന്നാനിയും മലപ്പുറവും അല്ലാതെ മറ്റൊരു സീറ്റ് കൂടി തങ്ങൾക്ക് വേണമെന്ന വാദവുമായി മുസ്ലിം ലീഗും രംഗത്ത് എത്തിയിരിക്കുന്നു. ഇങ്ങനെ ഈ ഘടകകക്ഷികൾക്ക് സീറ്റ് ചോദിക്കാനുള്ള അവകാശമുണ്ട്. അങ്ങനെ സീറ്റ് ചോദിച്ച് ദയവ് ചെയ്ത് തങ്ങളുടെ ജയസാധ്യത, ഈ UDF ജയസാധ്യത ഇല്ലാതാക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയിലാണ് UDF നേതൃത്വം ഉള്ളത്. അങ്ങനെ ഘടകകക്ഷികൾക്ക് സീറ്റ് ചോദിക്കാൻ അവകാശമുണ്ട്. അത് മുന്നണി സംവിധാനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ചും UDF ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യ രീതി അല്ലെങ്കിൽ അങ്ങനെയാണ്, ആ ജനാധിപത്യ ശൈലി അങ്ങനെയാണ്. അവർക്ക് സീറ്റ് ചോദിക്കാം, UDF നേതൃത്വത്തെ കുറച്ചുകൂടി സമ്മർദ്ദത്തിലാക്കാം. അങ്ങനെയാണ് സീറ്റ് കൂടുതൽ നേടിയെടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ സമ്മർദ്ദത്തിലാക്കാനില്ല, പക്ഷേ സീറ്റ് കൂടുതൽ ചോദിക്കും എന്നൊക്കെ പറയുന്നു. അതാണ് UDF ഒരു ശൈലി. പക്ഷേ ഇപ്പോൾ പറയുന്നു തങ്ങൾ കൂടുതൽ സീറ്റ് ചോദിക്കില്ല എന്നാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും പറയുന്നത്. മുന്നണിക്ക് ജയസാധ്യതയുള്ള ഒരു സന്ദർഭത്തിൽ കൂടുതൽ സീറ്റ് ചോദിച്ച് മുന്നണിയെ സമ്മർദ്ദത്തിലാക്കുകയാണോ വേണ്ടത്, അതോ സീറ്റുകൾ ചോദിക്കാതെ ഉള്ള സീറ്റിൽ മത്സരിച്ച് അല്ലെങ്കിൽ മുന്നണി അനുവദിക്കുന്ന സീറ്റിൽ മത്സരിച്ച് കൂടുതൽ ജയസാധ്യതയ്ക്ക് വേണ്ടിയുള്ള കളമൊരുക്കലാണോ വേണ്ടത് എന്ന് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും ആലോചിക്കണം.